ഒരു 5 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും വരുന്നേ ഉള്ളൂ ആളുകൾ. രാവിലെ തന്നെ ആയതുകൊണ്ട് ഗൾഫിലുള്ള ആളുകൾക്കൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തോ, നിങ്ങളെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് ഒന്ന് പറയോ? ആഷിഖ് ആഷിഖ് കേൾക്കുന്നില്ലേ? ക്രിസ്റ്റഫർ? യെസ്, ജസ്റ്റ് നിങ്ങളെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് റെക്കോർഡഡ് സെക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ പേര് ഓൺലൈനിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലൈവ് സെഷൻസിൽ കൂടുതൽ ആളുകൾ വരണമെന്നില്ല. പിന്നെ ഗൾഫിലുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അപ്പം അവർക്ക് ഈ രാവിലത്തെ ടൈം പോസിബിൾ അല്ല എന്നുള്ളൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലക്കാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്തത്. അതിന് ശേഷമുള്ള ലൈവ് സെഷൻസ് മിക്കവാറും ടൈം ഡിഫറെൻ്റ് ആയിരിക്കും, മോസ്റ്റ്ലി നൈറ്റിലായിരിക്കും. ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് ഓൺലൈനിൽ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്സസ് വാച്ച് ചെയ്യാൻ പറ്റും. അതിന് വെബ്സൈറ്റ് ലോഗിന് തരുന്നതാണ്. ക്രിസ്റ്റഫർ എവിടെയായിരുന്നു സ്ഥലം? വിതിര, തിരുവനന്തപുരം. തിരുവനന്തപുരമാണ്. ആ, എവിടെയായിരുന്നു പഠിച്ചത്? ഞാൻ ആൻഡ്രോയിഡിന്റെ അകത്ത് അഡ്വാൻസ് പഠിച്ചത് മറ്റേ സിയാറ്റിന്നായിരുന്നു. ജയസാർക്കത്തിന്. കോഴ്സ് കഴിഞ്ഞാണ്. ആ, ആൻഡ്രോയിഡിന്റെ കഴിഞ്ഞാണ്. ശരി. ഐഫോണിന്റെ ഇത് അറിയാമെങ്കിലും ബേസിക് തൊട്ട് ഒന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ. ഐഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വർക്ക് അത്യാവശ്യം ചെയ്യുന്നുണ്ട്? എല്ലാ ചെറിയ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അഡ്വാൻസ് ആയിട്ട് പോയിട്ടില്ല. CP ലെവൽ അങ്ങനെയുള്ള ഇതൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കി കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. എവിടെയായിരുന്നു റെഗുലർ കോഴ്സ്? എവിടെയായിരുന്നു പഠിച്ചത്? ഞങ്ങൾക്ക് ഇവിടെ VHSC 2 വർഷത്തിന്റെ അകത്ത് ഒരു 6 മാസത്തെ ഇത് മൊബൈൽ ഫോണിന്റെ ഇതായിരുന്നു. അങ്ങനെ അത് ചെയ്തിട്ട് പിന്നെ ഷോപ്പിൽ കയറി പിന്നെ അല്ലാതെ ചെയ്ത് പഠിച്ചിട്ട് CP ലെവലൊന്നും ചെയ്യാൻ പറ്റാതായപ്പം പിന്നെ അഡ്വാൻസിന്റെ ഇതിൻ്റെ പോയി ചെയ്തു. കോഴിക്കോട് പോയി ചെയ്തു BH. ഓക്കെ. ടോട്ടൽ എത്ര വർഷമായി ഫീൽഡിൽ? ഒരു 6-7 വർഷത്തിനകത്ത് വരും. 6 വർഷമായി. ഓക്കെ. പിന്നെ സനൂഫിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. എവിടെയാണ് സ്ഥലം? കേൾക്കുന്നില്ലേ? ഹലോ, സനൂഫ് കേൾക്കുന്നില്ലേ? ആഷിഖ്? സൂം യൂസ് ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടോ? സൂമിൽ ഫസ്റ്റ് ടൈം ഉള്ള ആളുകളുണ്ടോ?
കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ, വാട്സപ്പിലോ അല്ലെങ്കിൽ ചാറ്റിലോ പറയണം. ഇന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷന് ആലോചിച്ചത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഓൺലൈനായിട്ടൊരു അപ്ഡേഷൻ കോഴ്സ് എവിടെ ഇല്ല എന്നുള്ളതാണ്. അധികമുള്ളത് റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള ഒന്നോ രണ്ടോ ടീം ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇതൊരു തുടക്കമാണ്. സോ നമ്മളിതിൻ്റെ കംപ്ലീറ്റ് ഒരു വെൽ പ്രോസസ്സിലല്ല നമ്മളുള്ളത്. സോ വളരെ സിമ്പിളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രൊഫഷണൽ ലെവലിലേക്ക് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ ഒരു ഐഫോൺ റിപ്പയറിംഗ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സംസാരിക്കുന്നത്. അപ്പം നോർമലി നിങ്ങളൊക്കെ എത്ര സാലറിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിലവിൽ? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയാൻ പറ്റുമോ നിങ്ങളുടെയൊക്കെ സാലറി? സൂം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലാത്തവർ ജസ്റ്റ് ബട്ടൺസ് ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. അവിടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളെ കറണ്ട് സാലറി ഒന്ന് ചാറ്റിൽ പറയാൻ പറ്റുമോ ഓരോരുത്തരുടെയും? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ക്രിസ്റ്റഫറിന് മാത്രമേ ചാറ്റ് ചെയ്യാൻ അറിയുള്ളൂ. ബാക്കി 3 പേര് കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു അപ്ഡേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. സോ വി നീഡ് ടു സെറ്റ് എ ടാർഗറ്റ്. നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു നോർമൽ ടെക്നീഷ്യന് നിങ്ങളൊരു അപ്ഡേറ്റഡ് ടെക്നീഷ്യൻ ആവുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ സാലറിയാണ്, അല്ലേ? അപ്പം നല്ലൊരു സാലറിയിലേക്ക് എത്താന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഓൾ. സോ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റഡ് സാലറി ഇപ്പുറത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ കറണ്ട് സാലറി എത്രയാണ്, നിങ്ങൾ എത്ര സാലറിയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ എത്രയാണ് നിങ്ങളെ പ്രോഫിറ്റ് വരുന്നത്, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് വരുന്നത്, നിങ്ങൾ എത്രയിലേക്കാണ് അത് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, അതൊരു ബേസിക് സെറ്റിംഗ് ആണ്. നമ്മൾ ഒരു പുതിയൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മളൊരു ലക്ഷ്യം വെക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിലൂടെ പറയാം. നമ്മളെ ക്ലാസ് 3 മൊഡ്യൂളായിട്ടാണ് ഓൺലൈൻ കോഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 1 നിങ്ങളിപ്പോൾ ഉള്ളത്.
അതേപോലെ മൊഡ്യൂൾ 1 നമുക്ക് വരുന്നത് എല്ലാ ഒരു ബേസിക്സ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എല്ലാ റിപ്പയറിങ് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മളെ മെഷീനറീസ്, നമ്മളെ ലോജിക്ക്, നമ്മളെ കമ്പോണൻസുമായിട്ടുള്ള ഇലക്ട്രോണിക്സ്, അതേപോലെ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ്, പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സ്, ചിലപ്പം വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ചെറിയ മിസ്റ്റേക്സ് കുറേ ചെയ്യുന്നുണ്ടാവും. അത്തരം കാര്യങ്ങളെ കംപ്ലീറ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൊഡ്യൂൾ 1 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഐഫോൺ റിപ്പയറിങ്ങിലേക്ക് ഒരു എൻട്രി കിട്ടുക എന്നുള്ളതാണ് മൊഡ്യൂൾ 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതേപോലെ മൊഡ്യൂൾ 2 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡീപ്പ് ലെവൽ സർവീസിലേക്കാണ് പോവുക. ഡീപ്പ് ലെവൽ മീൻസ് നമുക്ക് സ്കിമാറ്റിക്സിൻ്റെ അകത്ത്, അതായത് സർക്യൂട്ടിൽ ഡീപ്പ് ലെവലിലേക്ക് പോയിട്ടുള്ള ട്രേസിങ്ങും കാര്യങ്ങളും, അതേപോലെ ഹീറ്റ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് പോവുക. അതേപോലെ തേർഡ് മൊഡ്യൂളിൽ വരുന്നത് CPU കാര്യങ്ങളാണ്. CPU നമുക്ക് എങ്ങനെ സേഫായിട്ട് ലിഫ്റ്റ് ചെയ്യാം, എല്ലാ മോഡലിൻ്റെയും CPU എങ്ങനെ ചെയ്യാം, എന്താണ് ഓരോ CPU തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ ഡാറ്റ റിക്കവറി, അതേപോലെ നമ്മളെ DSO മെഷീൻ, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്രയും മാസ്റ്റർ ലെവലിലുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, നമ്മൾ ക്ലാസ് ഓൾറെഡി ക്രിയേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ 2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും എടുക്കും. ഓക്കെ. അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. മിക്കവാറും നാളെ മുതൽ നമുക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റ് ലോഗിൻ തരുന്നതാണ്. അതിൻ്റെ ലോഗിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അതിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ്സോ കാര്യങ്ങളോ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സപ്പ് ത്രൂ എനിക്ക് മെസ്സേജ് അയച്ചു തരേണ്ടതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഓക്കെ. കോഴ്സ് റിലേറ്റഡ് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമുള്ളവർക്ക് ചോദിക്കാട്ടോ. കേൾക്കുന്നില്ല എല്ലാവർക്കും? സൗണ്ട് ഓക്കെ അല്ലേ ക്രിസ്റ്റഫർ? കോഴ്സ് റിലേറ്റഡ് സംശയങ്ങളൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് സൂം യൂസ് ചെയ്യാൻ എല്ലാവർക്കും അത്ര ഐഡിയ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് രാവിലെ തന്നെ ആയതുകൊണ്ടാണ് പല ആളുകളും ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. ഗൾഫിലുള്ള ആളുകളുണ്ട്, അവർക്ക് മിക്കവാറും ലേറ്റ് നൈറ്റ് ആയിരിക്കും ക്ലോസിങ്. അപ്പം ജോലി സ്റ്റാർട്ട് ചെയ്യാനും എണീക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ. സോ നെക്സ്റ്റുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യൻ ആവുക എന്നുള്ളതാണ് നമ്മളൊരു അപ്ഡേഷൻ കോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ലക്ഷ്യം, അല്ലേ? നമ്മളൊരു നോർമൽ, പല ആളുകളും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാനൊരു നോർമൽ ടെക്നീഷ്യനാണ്, അല്ലേ? അപ്പോൾ ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യൻ ആവുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യൻ ആവുക? എന്താണ് ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ചാറ്റ് ചെയ്യാവോ? ചാറ്റിൽ പറയാൻ പറ്റുമോ? വാട്ട് മേക്സ് എ പ്രൊഫഷണൽ ടെക്നീഷ്യൻ? ഓക്കെ, സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ
ഫോക്കസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? വർക്കിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ. സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾ കേൾക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് റീകണക്ട് ചെയ്ത് നോക്കൂട്ടോ. അതെ, 350. ഓക്കെ ഓക്കെ. നോളജ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ഈ നോളജും സ്കില്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ അപ്ഡേഷൻ കോഴ്സുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്, അല്ലേ? സോ സ്കിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെക്സ്റ്റ്, ഈ ഹാർഡ് വർക്കിൻ്റെ ഒക്കെ മുൻപേ പ്രയോറിറ്റി കൂടുതലുള്ള ഒരു വിഷയം കൂടെ ഉണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി ഇറ്റ് ഈസ് ടൂൾസ്. നിങ്ങളുടെ ടേബിളിലുള്ള ടൂൾസ് ആണ്. വിൽ യു അഗ്രി? So first one is skill, second one is tools, and third one is experience. എനിക്ക് നോട്ട് ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. സോ നമ്മളെ സർവീസ് ഫീൽഡിൽ വലിയൊരു റെവല്യൂഷൻ ഉണ്ടായത് ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു 6 വർഷത്തുനിന്ന് ഇങ്ങോട്ടാണ് സർവീസിൽ നമ്മൾ കണ്ടിട്ടുള്ള പല പെട്ടെന്നുള്ള മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊഫഷണൽ ടൂൾസുകൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ്, മാർക്കറ്റിൽ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അതിൽ നമ്മളെ സ്കിമാറ്റിക്സ് വരെ ഇൻക്ലൂഡഡ് ആണ്. ഈ ബിറ്റ് മാപ്പ് പോലെയുള്ള സ്കിമാറ്റിക്സ് വരെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇന്നൊരു പ്രൊഫഷണൽ ടെക്നീഷ്യൻ എന്ന് പറയുമ്പം അയാളുടെ ടേബിളിൽ പ്രൊഫഷണൽ ടൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ടൂൾസ് എല്ലാം കൊണ്ടുവച്ചിട്ട് ഇയാൾക്ക് ഇത് വർക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. സോ അയാൾക്ക് എന്ത് വേണം? നല്ല സ്കില്ല് വേണം, അല്ലേ? ഇതിലുള്ള അറിവ് വേണം, സ്കില്ല് വേണം, അല്ലേ? സോ ഇതിന് വേണ്ടിയിട്ടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്? അപ്ഡേഷൻ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നത്. സോ അപ്ഡേഷൻ കോഴ്സ് ജോയിൻ ചെയ്തു, ടൂൾസ് ഇയാളെ കയ്യിൽ സെറ്റാണ്. ബട്ട് ഇയാൾ എന്താണ്? ഇയാൾ ഫ്രഷറാണ്, പുതിയ ഒരാളാണ്. സോ ഇയാൾക്ക് അറ്റ്ലീസ്റ്റ് എന്ത് വേണം? വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെ പ്രാക്ടീസ് വേണം. സോ ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും ഇയാൾ വർക്ക് ചെയ്യുന്നതിലൂടെയാണ് ഇയാൾക്ക് എന്താവുന്നത്? ഇയാളെ ഹാൻഡ് സ്കില്ല് സെറ്റായിട്ട് വരുന്നത്. സോ ഒരു 6 മാസം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും അതേപോലെ ഒരു 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും, ഇവർ രണ്ടുപേരും സെയിം ആണോ? ഒരിക്കലും സെയിം ആവില്ല. സോ യുവർ എക്സ്പീരിയൻസ് ഓൾസോ മേക്സ് യു എ പ്രൊഫഷണൽ ടെക്നീഷ്യൻ. നിങ്ങൾ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് എന്തായി മാറും? പക്ക പ്രൊഫഷണലായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇതിൽ നമ്മൾ സ്കില്ല് അതേപോലെ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ടൂൾസിനെ കുറിച്ച് ടൂൾസ് കിട്ടാന്ന് പറഞ്ഞത് നിങ്ങൾ വാങ്ങിക്കണം, അത് മസ്റ്റാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൂൾസുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളൊരു വൺ സൈഡ് പരിപാടി എന്നുള്ള രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഇൻട്രാക്റ്റീവ് പരിപാടിയാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. നമുക്കൊരു ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ അറിയാത്തവരൊന്ന് ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് വെറുതെ ഒന്ന് ഹായ് അടിച്ചു നോക്കും. ഓക്കെ, അതുപോലെ നിങ്ങളെ മൈക്ക് എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം,
നമ്മളൊരു ബ്രോഡ്കാസ്റ്റിംഗ് പരിപാടി പോലെ ആയി പോകണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അതാണ് ഈ ലൈവ് സെഷനെ കൊണ്ടുള്ള ഉപകാരം, അതാണ്. ഓക്കെ, എന്ത് കാര്യങ്ങളും ചോദിക്കുക. അപ്പോൾ നമ്മൾ ഐഫോൺ റിപ്പയറിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൂൾസിനെ കുറിച്ച് സംസാരിക്കുന്നത്, ആൻഡ്രോയിഡ് റിപ്പയറിനെ ബേസ് ചെയ്തിട്ടല്ല. സോ ഐഫോൺ റിപ്പയർ ആയിരിക്കും നമ്മളെ എൻ്റയർ കോഴ്സിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സെഷൻ. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ടൂള് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഹോട്ട് എയർ സ്റ്റേഷൻ തന്നെയാണ്. ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഹോട്ട് എയർ സ്റ്റേഷൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യും. ചാറ്റിൽ പറഞ്ഞാൽ മതി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹോട്ട് എയർ സ്റ്റേഷൻ ഏതാണ്. ക്യുക്ക് 857DW. ഓക്കെ, ക്രിസ്റ്റഫർ ഏതാ യൂസ് ചെയ്യുന്നത്? ക്യുക്ക് 867DW. ഓക്കെ, മറ്റാളുകൾ? സൽമാൻ ഏതാ ബ്ലോവർ യൂസ് ചെയ്യുന്നത്? ഓക്കെ, സോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ബ്ലോവർ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടോ? മെഷീൻ കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ, ആഷിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ആഷിക്ക് അപ്ഡേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ മുമ്പ്? ഓക്കെ ഓക്കെ, അപ്ഡേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് കുറച്ചും കൂടെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും അല്ലേ? സോ നിങ്ങൾ ഐഫോൺ റിപ്പയറിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലോവറിൻ്റെ കാലിബ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബിക്കോസ് നമ്മളൊരു ഹീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഹീറ്റ് അല്ല ഔട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ വർക്കിൻ്റെ സക്സസ് റേഷ്യോ കുറയും. ഓക്കെ, അപ്പോൾ എന്ത് വേണം? നമുക്ക് കാലിബ്രേറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്കറ്റിൽ സിമ്പിളായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്ലോവർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളെ മെഷീനിന് കാലിബ്രേഷൻ ഓപ്ഷൻ ഇല്ല എന്ന് വെക്കുക. നമ്മളെ മെഷീന് കാലിബ്രേഷൻ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാലിബ്രേറ്റ് ചെയ്യുക? യു ഹാവ് എനി ഐഡിയ? ആർക്കും പറയാട്ടോ, അൺമ്യൂട്ട് ചെയ്യുക, പറയാ. നമ്മൾ കാലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പരിപാടി. അതായത് നമ്മൾ മൾട്ടിമീറ്ററിൽ ഹീറ്റിന്റെ ഇത് നോക്കിയിട്ട് റീഡിങ് എഴുതിയാ പോരെ? ബ്ലോറിൽ നിന്ന് വരുന്ന ഹീറ്റ് വെച്ചിട്ട് റീഡിങ് എഴുതിയ. അതായത് പല ആളുകളും കാലിബ്രേഷൻ ഓപ്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു സെഷനിലേക്ക് നോക്കുന്നതല്ല. നമ്മളെ മെഷീനിന് ആ ഒരു ഫെസിലിറ്റി ഇല്ലല്ലോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൾട്ടിമീറ്റർ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ നോക്കാൻ പറ്റും അല്ലേ? ടെമ്പറേച്ചർ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങളെ മെഷീന് നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്തത് 350-ലാണ് അല്ലേ? 350-ൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് എത്ര ആയിരിക്കും കാണിക്കുന്നത്? ചിലപ്പോൾ 400 ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ,
അപ്പോൾ മെഷീൻ ഔട്ട് ചെയ്യുന്ന ഹീറ്റ് ശരിക്കും എത്രയാണ്? 400 ആണ്. നിങ്ങൾ സെറ്റ് ചെയ്തത് 350 ആണ്. അപ്പോൾ 350 സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 400 ആണ് കിട്ടുന്നത്, അല്ലേ? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നില്ലേ? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 350 ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതും കൂടെ ഒന്ന് ആ സമയം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്, അത് സിമ്പിൾ പരിപാടിയാണ്. അത് നിങ്ങളെ മെഷീനിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഏത് മെഷീൻ നമ്മൾ വാങ്ങിക്കണം? മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം, ഐഫോൺ യൂസ് ചെയ്യുന്ന, ഐഫോൺ റിപ്പയർ ചെയ്യുന്ന ആളുകൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ക്യുക്ക് 861DW ആണ്, അല്ലേ? ക്യുക്ക് 861DW ആണ് നിലവിൽ ഒരു 8 years ആയിട്ട് മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്. ക്യുക്കിൻ്റെ തന്നെയാണ്. ക്യുക്കാണ് മോസ്റ്റ്ലി ബ്ലോവർ നമ്മൾ കണ്ടു തുടങ്ങുന്ന മുതൽ ക്യുക്കാണ് ഫേമസ് ബ്രാൻഡ്. അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് 861DW. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഈ മെഷീൻ്റെ വില എത്ര എന്നറിയോ? അറൗണ്ട് 15,000-16,000 വില ഉണ്ട്, അല്ലേ? ഓക്കെ, ഈ മെഷീൻ്റെ പ്രത്യേകതകൾ എന്താ? ചാറ്റിൽ പറഞ്ഞാൽ മതി. എന്തിനാണ് ഇത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യം? മാർക്കറ്റിൽ ഒരു 3,000, 4,000 ബ്ലോവർ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾ 16,000 കൊടുത്തിട്ട് ഒരു ബ്ലോവർ വാങ്ങിക്കേണ്ട ആവശ്യം? എങ്ങനെ? എന്താ പറഞ്ഞ? കേട്ടിട്ടില്ല കേട്ടോ. സെറ്റ് ചാനൽ ആൻഡ് ക്യാൻ കാലിബ്രേറ്റ്. ചാനൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നോണ്ടാണോ? ചാനൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബ്ലോവേഴ്സ് ഉണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്യുക, ആർക്കും അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. പ്രോപ്പർ ഹീറ്റ് പ്രൊഡ്യൂസസ്. യെസ്, പ്രോപ്പർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്രോപ്പർ മീൻസ് അക്യുറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ കാലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 350 സെറ്റ് ചെയ്ത്, ഓക്കെ, നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഇത് എന്തായിരിക്കും, ആ ഒരു 350 തന്നെ വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി ചെറിയ ഡിഫറൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 350 സെറ്റ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 330 ആണ്. ചെറിയൊരു ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് സ്പോട്ടിൽ നമുക്ക് മെഷീൻ കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. മെഷീനോട് പറഞ്ഞു കൊടുക്കുക, എനിക്ക് വേണ്ടത് 350 ആണ്, പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഔട്ട് ചെയ്യുന്നത് 330 ആണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്യുമ്പം 350 ചെക്ക് ചെയ്യുമ്പം അതേ ഹീറ്റ് അത് ഔട്ട് ചെയ്യും. ഈ ഒരു ഫെസിലിറ്റി വളരെ സിമ്പിളായിട്ട് ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ക്യുക്ക് 861ൻ്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തത്, ഇതിന്ന് വരുന്ന ഹീറ്റും എയറും. ഹോട്ട് എയർ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് വിത്ത് എയർ ആണ്, അല്ലേ? എയർ ആണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റിനെ നമ്മളെ ബോർഡിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ എവിടേക്കാണോ അടിക്കുന്നത് അവിടേക്ക് ഹീറ്റിനെ എത്തിക്കുന്നത് എയർ ത്രൂ ആണ്, അല്ലേ? സോ ഈ എയർ വരുന്ന രീതി വെച്ചിട്ട് 2 ടൈപ്സ് ഓഫ് ബ്ലോവർ ഉണ്ട്. ഓക്കെ, അതിൽ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് 861DW എന്ന് പറയുന്നത് ഡയറക്റ്റ് ഹീറ്റ് ആണ്. ഡയറക്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ താഴേക്കാണ് ഹീറ്റ് വരുന്നത്,
നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ളൊക്കെ മുകളിലോട്ടാണോ പോകുന്നതെന്നല്ലേ. ബട്ട് മാർക്കറ്റിൽ തന്നെ നമുക്ക് വേറൊരു ബ്ലോവർ അവൈലബിൾ ആണ്. ക്യുക്കിൻ്റെ തന്നെ 2008 എന്ന് പറഞ്ഞൊരു ബ്ലോവർ അവൈലബിൾ ആണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്ന് ഹീറ്റ് പോകുന്നത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ്, ഒരു റിങ്കിൾ ടൈപ്പിലാണ് പോകുന്നത്. അത് താഴേക്ക് എത്തുന്നതിനനുസരിച്ച് അതിൻ്റെ ഏരിയ കൂടുതലായിരിക്കും. ഇനി 861DW നേരെ താഴേക്കാണ് പോകുന്നത്. സോ നമ്മളെ നോസിൽ സൈസിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം ഹീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വരയ്ക്കണോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ വിചാരിച്ചതല്ല. സോ ഒരു മിനിറ്റ് കേട്ടോ. ചെറുതാണോ? ഇങ്ങനെയാണ് നോർമലി നമ്മളെ ബ്ലോവറിന്, ഇത് നോർമലി നമ്മളെ ബ്ലോവറിന് താഴേക്ക് വരുന്ന ഹീറ്റ് അല്ലേ. ഇതാണ് ശരിക്ക് ഡയറക്റ്റ് ഹീറ്റ്. ഇതിൽ വേറെ ആളുകൾക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പ് ബ്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ് നോസിൽ. ഇതിൻ്റെ അകത്തുനിന്ന് എയർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇത് രണ്ടൊരു ഡിഫറെൻ്റ് അല്ലേ. നേരെ താഴേക്ക് വരുന്നതും എയറിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് വരുന്ന രണ്ടും ഡിഫറെൻ്റ് അല്ലേ. സോ ഈ ടൈപ്പ് ബ്ലോവറിന് നമ്മൾ ഹെലിക്കൽ ടൈപ്പ് എന്ന് പറയും, അല്ലെ സൈക്ലോൺ എന്ന് പറയും. ഇതാണ് ഡയറക്റ്റ് ഹീറ്റ്. ഡയറക്റ്റ് ഹീറ്റ് ബ്ലോവർ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണ് പറയാൻ പറ്റുമോ? ഡയറക്റ്റ് ബ്ലോവറിന്റെ പ്രത്യേകത എന്താ? പെട്ടെന്ന് ഹീറ്റ് സ്പ്രെഡ് ചെയ്യും. ഏത് ഡയറക്റ്റ് ഹീറ്റോ? ആ, നമ്മൾ എവിടാണോ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന കറക്റ്റ് അവിടെ തന്നെ ഹീറ്റ് ചെല്ലും. യെസ്. ആക്ച്വലി ഇവിടെ താഴെ IC ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ IC ഉള്ളത്, ഓക്കെ, ഈ ഒരു ഐസിൻ്റെ ഏരിയയിൽ മാത്രമായിട്ട് ഹീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് ഹീറ്റ് പോവില്ല. അതായത് തൊട്ടിപ്പുറത്ത് ഇവിടെ വേറൊരു IC ഉണ്ട്, ഈ ഒരു ഐസിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഇനി ഇതിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു IC ഉണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറെ IC ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഏരിയ ഓഫ് ഹീറ്റ് സ്പ്രെഡിങ് കൂടുതലാണ്. മനസ്സിലായില്ലേ? പക്ഷെ ഈ ബ്ലോവർ നിങ്ങൾക്ക് വേറൊരു കാര്യത്തിന് സൂട്ടബിൾ ആണ്. ഏതിനാ പറയാൻ പറ്റുമോ? CPU വർക്ക്. CPU-ന് കൂടുതൽ ഏരിയ വേണ്ടേ? വലിയ IC അല്ലേ അല്ലേ? സോ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടൈപ്പ് ബ്ലോവർ, അതായത് ക്യുക്ക് 2008 ബ്ലോവർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വർക്കിന് വേണ്ടി യൂസ് ചെയ്യാറ്. അതായത് CPU വർക്കിന് മാത്രമായിട്ട് ക്യുക്ക് 2008 യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഐഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഫോണിൻ്റെ ഒരു പ്രത്യേകത എന്താ? ബോർഡ് സൈസ് വളരെ ചെറുതല്ലേ. ബോർഡ് സൈസ് വളരെ ചെറുതാണ്. ഇപ്പം സാൻഡ്വിച്ച് ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ബോർഡ് സൈസ് വളരെ ചെറുതാണ്. സോ ചെറിയൊരു ബോർഡിൽ നിറയെ കമ്പോണൻസ് ആണ് അല്ലേ, IC-കൾ ഇഷ്ടം പോലെ അല്ലേ. സോ ഇവിടുന്ന് ഒരു IC മാത്രം നമുക്ക് എടുക്കണം. അപ്പോൾ തൊട്ടടുത്തുള്ള IC-നെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഈ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഏത് ബ്ലോവർ ആയിരിക്കും ബെറ്റർ? ഡയറക്റ്റ് ഹീറ്റ് അല്ലേ? ഞാൻ ഈ വൈറ്റ് സ്ക്രീൻ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് റെഡിയായി വരുമായിരിക്കും അല്ലേ. നമുക്ക് വേണ്ടത് എന്താണ്? ഡയറക്റ്റ് ഹീറ്റ് ആണ് അല്ലേ.
നിങ്ങൾക്ക് മൊബൈൽ സ്ക്രീനിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റായിട്ട്? ആക്ച്വലി നമ്മളെ ക്ലാസ് നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിലാണ് ബെറ്റർ കേട്ടോ കാണാൻ. ഇനിയിപ്പം പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ വരുന്ന സമയത്തും അതേപോലെ സ്കിമാറ്റിക്സ് ഒക്കെ കാണിക്കുന്ന സമയത്തുമൊക്കെ ലാപ്ടോപ്പ് ഉള്ളവർ ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്യാൻ നോക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ജസ്റ്റ് കേട്ടിരിക്കാനാണെങ്കിൽ ഫോൺ ഓക്കെയാണ്. ഓക്കെ. സോ ഐഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഹീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? തൊട്ടടുത്ത് ഐസികൾ വരുന്ന സമയത്ത് ഐഫോണിൽ ഐസീസ് അതേപോലെ കമ്പോണൻസ് വളരെ അടുത്തിട്ടാണുള്ളത്. സോ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഐസിക്ക് എഫക്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് ചിലപ്പോൾ ഫിക്സ് ആവും, പക്ഷെ പുതിയൊരു കംപ്ലൈൻറ്റ് അവിടെ ക്രിയേറ്റ് ആവും അല്ലേ? മോസ്റ്റ്ലി ഐഫോൺ ആളുകൾ തൊടാതിരിക്കുന്നതിനുള്ള ഒരു കാരണവും ഇതന്നെയാണ്. വിൽ അഗ്രി? ചെയ്ത് തുടങ്ങിയ ആളുകൾക്ക് ഫസ്റ്റ് തന്നെ പണി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ പരിപാടി അവിടെ നിർത്തിയിട്ടുണ്ടാവും അല്ലേ? ശരിയല്ലേ? ചാറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് ചാറ്റിൽ സ്പോട്ടിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഹീറ്റ് ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഹീറ്റ് അക്യുറേറ്റ് ആയിരിക്കണം, അതായത് കോൺസ്റ്റന്റ് ഹീറ്റ് ആയിരിക്കണം. രണ്ടാമത്തത് എന്താണ്? ഹീറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. രണ്ടാമത്തത് നിങ്ങൾ പോരട്ടോ. യെസ്, ഡയറക്റ്റ് ഹീറ്റ് ആയിരിക്കണം അല്ലേ? ഫസ്റ്റ് അക്യുറേറ്റ് ഹീറ്റ് ആയിരിക്കണം, രണ്ടാമത്തത് ഡയറക്റ്റ് ഹീറ്റ് ആയിരിക്കണം. ഐഫോൺ റിപ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണത്. മനസ്സിലായില്ലേ? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ബോർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഹീറ്റ് അടിക്കുമ്പോൾ ഒരു ഐസിയിലേക്ക് എത്രത്തോളം ഹീറ്റ് അടിക്കണം എന്നുള്ള ഒരു ധാരണ ഇല്ലാതെയോ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൻ്റെ അകത്ത് നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? സോ മോസ്റ്റ് ഓഫ് ദ ടെക്നീഷ്യൻസ് ഐഫോൺ റിപ്പയറിങ്ങിലേക്ക് കൈ വെക്കുന്നുണ്ട്, പക്ഷെ മുന്നോട്ട് പോകുന്നില്ല. അവരെന്ത് ചെയ്യാണ്? ജസ്റ്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പരിപാടി നിർത്തുകയാണ് അല്ലേ? ഞാൻ പറയുന്നത് വെറുതെ പറയല്ല, കാരണം 10 വർഷം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പം കഴിഞ്ഞ ആഴ്ച ബാച്ച് ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. 10 വർഷമായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഐഫോണിൽ വർക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് നമ്മളടുത്ത് വന്ന് ട്രെയിനിങ് എടുത്ത് പോകുന്നുണ്ട്. 10 വർഷം മാത്രമല്ല, ഇതിൽ ആളുണ്ടോയെന്നറിയില്ല. നജീബ് ഇതിലുണ്ടോ? നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. 18 വർഷം 20 വർഷമൊക്കെ ആയ ആൾക്കാർ പോലും ഇന്ന് ചിന്തിക്കുന്നുണ്ട് ഞാനൊന്ന് അപ്ഡേറ്റ് ആവട്ടെ. അവർ ലേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ പോസിബിൾ. ഇപ്പോഴൊരു ചാൻസ് ഉണ്ട്. സോ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പുതിയതായിട്ട് ഫീൽഡിലേക്ക് വരുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു ചാൻസാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ സ്കില്ല് അച്ചീവ് ചെയ്യുക. എന്താണോ ഫീൽഡിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അച്ചീവ് ചെയ്യുക, ദെൻ സ്റ്റാർട്ട് ടു റിപ്പയർ. ഒന്ന് നമ്മൾ റെഡി ആയിട്ടിരിക്കണം. നമ്മൾ ചെറിയ ഡിഫിക്കൽട്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ടേച്ച് പോകരുത്. ഇപ്പോൾ ഇതിൽ ബ്രിഡ്കോ എന്നൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളെ ബാച്ചിൽ പഠിക്കുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു, ഇപ്പം എത്ര പേര് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ മതിയാവും. മോസ്റ്റ്ലി 10 പേരുള്ള
10 20 പേരുള്ള ബാച്ച്, 20 പേരുള്ള ബാച്ച് ആണെങ്കിൽ 10 താഴെ ആളുകൾ മാത്രമേ പെട്ടെന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ 10 ആളും ഫീൽഡ് വിടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ അത് 5 പേരായിട്ടുണ്ടാവും, അല്ലെ 5 പേരിൽ താഴേക്ക് പോയിട്ടുണ്ടാവും. അത് നിലവിൽ കണ്ടുവരുന്നൊരു സിനാരിയോ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോപ്പർ സ്കില്ല് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പ്രോപ്പർ സ്കില്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഗൈഡ് ചെയ്യാൻ ആളും ഉണ്ടെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസിനും നല്ല ഒരു ജേണി സാധ്യമാവും. പക്ഷെ മോസ്റ്റ്ലി അത് കാണുന്നില്ല. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ ടൂൾസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെയിലി പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കൺവീനിയൻസ് കൊടുക്കാൻ പറ്റുക നോക്കിയിട്ട് പുതിയ പുതിയ ടൂൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ബ്ലോവറിൻ്റെ കാര്യം, ഹീറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ക്യുക്ക് 861 DW ആണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് കയ്യിലുള്ളവർക്ക് അത്രയും ബെറ്റർ. ഇനി കയ്യിലില്ലാത്ത ആളുകളോട് ഞാൻ പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് അത് വാങ്ങണം എന്ന് ഇപ്പം പറയുന്നില്ല. നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് വാങ്ങണം എന്നാണ് പറയുക. ഓൺലൈൻ ക്ലാസ്സിലുള്ള ആളുകളോട് നമ്മൾ പുഷ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്ലോവർ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ജസ്റ്റ് 861 DW അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാം. എല്ലാവരുടെ എൻ്റെ നമ്പർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എനിക്കൊന്ന് മോഡൽ വാട്സപ്പ് ചെയ്യാം, അപ്പോൾ ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അതിൽ തന്നെ കാലിബ്രേഷൻ്റെ ഒരു പരിപാടി ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കാലിബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാണ് സാധനം ചെയ്യുന്നത്. മെഷീനെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. എത്രയാണോ മെഷീൻ ഔട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഹീറ്റ് അടിക്കുക. ഓക്കെ, ഇനി ഒരു മദർ ബോർഡിലേക്ക് നമുക്ക് എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് അടിക്കാം? എനിബഡി നിങ്ങളെ അഭിപ്രായങ്ങൾ പറയും. എത്ര സമയം നമുക്ക് ഒരു മെഷീനിലേക്ക് ഒരു ബോർഡിലേക്ക് നമ്മളെ മെഷീൻ കൊണ്ട് ഹീറ്റ് അടിക്കാം? എവിടെ ഷാസ്, ക്രിസ്റ്റഫർ? ലെസ് ദാൻ 1 minute. എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന അത്രയും. എന്താണ് കാരണം? കുറച്ചധികം നേരം അടിച്ചു പോയ എന്താ വിഷയം? ഹീറ്റ് ബോർഡ് കംപ്ലീറ്റ് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഹീറ്റ് സ്പ്രെഡ് ആയാൽ എന്താണ് വിഷയം? ഗ്ലൂഡ് ഐസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റ് ആയിട്ട് ലെഡ് വെളിയിലിട്ട് വരുന്ന ഷോർട്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. യെസ് അതർ ചിപ്പുകളെ എഫക്റ്റ് ആവും. ഓക്കെ, ആക്ച്വലി നമുക്ക് നമ്മളെ വർക്ക് 1 minute കൊണ്ട് തന്നെ ചെയ്യണം. മനസ്സിലായില്ലേ? അതിൻ്റെ 1 minute ഉള്ളിൽ നിങ്ങൾക്കൊരു ചിപ്പ് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സംതിങ് ഇഷ്യൂ. നിങ്ങളെ സ്കില്ലിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ മെഷീനിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലേ? ഇനി നമുക്ക് ചില സിറ്റുവേഷൻ വരുന്നുണ്ട്, അവിടെ നമുക്ക് ഉദാഹരണം CPU റിമൂവ് ചെയ്യണം. CPU റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം 1 minute 10 second എടുക്കുമെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ ഈ ഒരു സംഭവം നോക്കണമെന്നില്ല. നിങ്ങൾക്ക് 1 minute 10 second 20 second കൂടെ എക്സ്ട്രാ പോകാൻ പറ്റും. കാരണം നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് എന്താണ്? CPU റിമൂവ് ചെയ്യലാണ് അവിടെ ഇമ്പോർട്ടൻ്റ്, അല്ലേ? CPUവിൻ്റെ സേഫ്റ്റിയാണ് അവിടെ ഇമ്പോർട്ടൻ്റ്. അതൊരു ഡിവൈസിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളാരാ? CPU ആണ്, അല്ലേ? ഏറ്റവും മെയിൻ ചിപ്പ് CPU ആണ്. സോ CPU റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ, ഇനി 1 minute അകത്ത് നിങ്ങൾക്ക് CPU ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെസ്റ്റ്.
അല്ലേ? സോ നോർമൽ ഐസീസ് നമുക്ക് ചുരുങ്ങിയത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ റിമൂവ് ചെയ്യാൻ പറ്റണം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ബ്ലോവറിനെ കുറിച്ചാണ് പറഞ്ഞത്. ബ്ലോവർ എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. ഐഫോൺ റിപ്പയറിങ്ങിന് നമുക്ക് ഡയറക്റ്റ് ഹീറ്റാണ് വേണ്ടത്. ഇനി നമ്മൾ ഐസ് റിമൂവ് ചെയ്യുന്ന സമയത്തൊക്കെ 1 മിനിറ്റിനകത്ത് നമ്മൾ ഐസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമ്മളെ ക്ലാസ്സിൻ്റെ ഒരു ജേണി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജോലിയിൽ അല്ലാതെ ആരും ഉണ്ടാവാൻ സാധ്യത കുറവാണല്ലോ. അപ്പം നിങ്ങളെ ടേബിളിൽ നിന്ന്, നിങ്ങളെ വർക്കിംഗ് ടേബിളിൽ നിന്ന് നിങ്ങളെ എക്സ്പെരിമെൻറ്റിൻ്റെ റിപ്പോർട്ടുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ടുകൾ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അപ്ഡേഷൻസ് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, നമ്മളെ ക്ലാസ്സിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് യു ഗെറ്റ് ഇൻ യു ആർ അവർ ടീം. ഓക്കെ, നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ പബ്ലിസിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളെ മാർക്കറ്റ് ചെയ്യലോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ഒരു തവണ നമ്മളെ ടീമിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ ടീമായി. അതാണ് നമ്മളൊരു പോളിസി. ഓക്കെ, സോ നിങ്ങൾ ഇന്ന് മുതൽ ഇതിലുള്ള എത്ര ആളുകളുണ്ടോ എല്ലാവരും തന്നെ നമ്മളുടെ ടീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെ ലൈഫിൽ, നിങ്ങളെ പേയ്മെൻറ്റുകളിൽ, നിങ്ങളെ പ്രൊഫഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക, ഏറ്റവും നല്ലൊരു സാലറിയിലേക്ക് നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. അതിന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഇപ്പോൾ മൊഡ്യൂൾ 1 നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അതിനെ നിങ്ങൾ എന്തായിട്ട് കാണുക, മാക്സിമം ഉപകാരപ്പെടുത്താൻ നോക്കുക. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ മൊഡ്യൂൾ 1. പക്ഷേ അത് മാക്സിമം നിങ്ങൾ അതിനെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ അത്ര സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റിയൊരു മൊഡ്യൂൾ ആയിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയൊരു സെഷൻ ആയിരിക്കും ഇത്. ഓക്കെ, സോ ബ്ലോവറിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കാം. ബ്ലോവറിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഞാൻ ലാപ്ടോപ്പിലെ വെബ് ക്യാം അല്ല യൂസ് ചെയ്യുന്നത്, ഫോണാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലാപ്ടോപ്പിലേക്കാണ് നോക്കാൻ എളുപ്പം. അതുകൊണ്ടാണ് നിങ്ങളെ ഫേസ് ചെയ്യാത്തത് കേട്ടോ. ഇങ്ങനെ നോക്കേണ്ടി വരും. നിങ്ങളോട് ഡയറക്റ്റ് സംസാരിക്കുന്ന പോലെ ആവണമെങ്കിൽ. ഇത് ഞാൻ ലാപ്പിലേക്കാണ് നോക്കുന്നത്. സൂമിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ലാപ്പിലാണല്ലോ. അപ്പോൾ അതിലേക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് നോക്കണം. അതിനെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഞാനൊരു വ്യൂവറായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ എൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്നുള്ള അറിയുള്ളൂ. ജസ്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റും. ബ്ലോവറിൻ്റെ കാര്യം ഓക്കെയാണ്. യാസർ അർഫാത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് വെബ്സൈറ്റ് ലോഗിൻ ഉണ്ടാവും. വെബ്സൈറ്റിൽ കോഴ്സ് കണ്ടൻ്റൊക്കെ ഉള്ള വെബ്സൈറ്റിന് ലോഗിന് മിക്കവാറും ഇന്ന് തന്നെ തരുന്നുണ്ട്. അപ്പം അതിനുശേഷം നമ്മൾ അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകൾ, അതുപോലെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ടൂളുകളുടെ ഒരു ഡാറ്റ ഉണ്ടാവും. ഒരു സെഷനിൽ നമ്മൾ ടൂൾസിൻ്റെ ഒരു സെഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടൂൾസും, ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യണം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്വീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ട്വീസേഴ്സ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടില്ല ഏത് ട്വീസർ വാങ്ങണം എന്നുള്ളത്. അതേപോലെ ഫ്ലക്സ്, PPD ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ സാധനമുണ്ട് അല്ലേ. PPD ഒക്കെ ഇപ്പോൾ ഒരു 10-30 ബ്രാൻഡ് ഉണ്ട്.
അപ്പോൾ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ കറൻ്റ്ലി നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്ന സാധനം നമ്മൾ സജസ്റ്റ് ചെയ്ത് തരും, നിങ്ങൾക്ക് അത് വാങ്ങിച്ച് ഉപയോഗിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കണക്റ്റഡ് ആയിട്ട് പോകുമ്പം നിങ്ങളെ വർക്കിൽ ഇന്ന് മുതൽ അല്ലെ നാളെ മുതൽ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ടൂൾസിനെ കുറിച്ച് നമ്മൾ അതിൽ അതായത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ടൂൾസിനെ കുറിച്ചും പിന്നെ അതല്ലാതെ ഒരുപാട് ടൂൾസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കും. ഐഫോൺ റിപ്പയറിങ്ങായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ടൂളുകൾ. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ഇന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു 11 പേര് ഇന്ന് ജോയിൻ ആയിട്ടുണ്ട്. ലേറ്റ് ആയിട്ടാണ് പല ആളുകളും വന്നത്, എന്നാലും ഇറ്റ്സ് ഓക്കെ. വരാത്ത ആളുകൾക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ചില റെക്കോർഡിംഗ് സെഷൻസ് നമ്മൾ ചില ലൈവ് സെഷൻസ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യലുണ്ടാവുള്ളൂ വെബ്സൈറ്റിൽ, നിങ്ങളെ ലോഗിൻ ആക്സസ് കിട്ടുന്ന പേജിൽ. സോ കഴിയുന്നതും ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ നോക്കുക. ഓക്കെ, ലൈവ് സെഷൻ നമ്മളിപ്പോൾ ലൈവായിട്ട് വരുന്നത് അത് ലൈവായിട്ട് തന്നെ തരണം എന്നും നിങ്ങൾക്ക് കിട്ടണം എന്നും ഉള്ളതുകൊണ്ടാണ്. സോ ലൈവ് സെഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് ടൈംലി അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതേപോലെ ഡൗട്ട്സ് ഉള്ളവർക്ക് ഇപ്പോൾ ചോദിക്കാം കേട്ടോ. നമ്മൾ ഇന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു, ജസ്റ്റ് നമ്മളൊരു ടൂൾസിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ടൂളിൽ ബ്ലോവർ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ബാക്കിയുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് പറയും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ സ്പീഡിൽ അത് ടൂൾസിൻ്റെ സെക്ഷൻസ് മൂവ് ചെയ്ച്ചുകൊണ്ട് പോവാം. ടൂൾസ് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളൊരു പ്രൊഫഷണൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത് ആ ഒരു പ്രൊഫഷണൽ ടെക്നീഷ്യൻ ആവാനുള്ള ചില കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളടുത്ത് പ്രൊഫഷണൽ ടൂൾസ് ഉണ്ടാവുക എന്നുള്ളത്. മനസ്സിലായില്ലേ? നമ്മളടുത്ത് ഇപ്പോൾ ഒരു മൂർച്ചയില്ലാത്തൊരു കത്തിയായിട്ട് നമുക്ക് അറിവിന് പോകാൻ പറ്റുമോ? നമ്മളടുത്തൊരു തുരുമ്പെടുത്തൊരു കത്തിയാണ്, ഇതുമായിട്ട് നിങ്ങൾക്ക് കത്തിയായിട്ട് ചെയ്യേണ്ട ഒരു പണി വൃത്തിക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? സോ നിങ്ങളുടെ അടുത്തുള്ള എല്ലാ സാധനങ്ങളും നിങ്ങളെ ആയുധങ്ങളാണ്. ആയുധങ്ങൾ ഏറ്റവും പെർഫെക്റ്റ് രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അല്ലേ? അതേപോലെ ടൂൾസിൽ ഭയങ്കരമായിട്ട് അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഐഫോൺ ടെക്നീഷ്യൻ്റെ ഒരു സിംഗിൾ ടേബിൾ സെറ്റ് ചെയ്യാൻ ഇന്ന് നിങ്ങൾക്ക് 5 lakh മുടക്കിയാൽ പോലും തീരില്ല. മനസ്സിലായില്ലേ? അത്രയും ടൂൾസിൽ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും കോസ്റ്റ്ലി പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ടേബിളിൽ ഇപ്പോൾ ഉള്ള മൈക്രോസ്കോപ്പ്, അയൺ, ബ്ലോവർ, ഇതിൻ്റെയൊക്കെ ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് എടുത്തിട്ട് ഏകദേശം എത്ര രൂപൻ്റെ ടേബിളാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഗൈഡിങ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 5 ലക്ഷം രൂപൻ്റെ ടേബിൾ സെറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഒരു പ്രൊഫഷണൽ രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം രൂപൻ്റെ 2 ലക്ഷത്തിൻ്റെ ഉള്ളിലായിട്ട് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വളരെ ബേസിക് ലെവലിൽ പോവുകയാണെങ്കിൽ ചുരുങ്ങിയതൊരു 50,000 80,000 ആ ഒരു റേഞ്ചിലെങ്കിലും നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇപ്പോൾ എന്താ പറയുക, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് റെഗുലർ കോഴ്സ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടും, ട്രെയിനി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. എന്തായാലും പറയാം, എന്തൊരു പേരുണ്ടല്ലോ, OJT, ഇങ്ങനത്തെ പരിപാടിയൊക്കെ അല്ലേ.
അവിടെ ഒന്നും നമുക്ക് യാതൊരു ഓപ്ഷനും ഉണ്ടാവില്ല. നമുക്ക് അവിടെ എന്തെങ്കിലും പറയാനോ സാലറി തീരുമാനിക്കാനോ ടൂൾസ് ഇന്ന ടൂള് വേണമെന്നോ പറയാനൊന്നും ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അവിടെയൊക്കെ മിക്കവാറും നിങ്ങളുടെ ടേബിളിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം ബിലോ 50,000, ചിലപ്പോൾ അതും ഉണ്ടാവില്ല, ബിലോ 30,000 ഒക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ മൈക്രോസ്കോപ്പ് ഇല്ലാതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഫ്രഷേഴ്സ് ഇതിലുണ്ടെങ്കിൽ ചില ആളുകൾ മൈക്രോസ്കോപ്പ് പോലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. സോ അത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു ടൈമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താക്കണമെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നമ്മൾ പറയുന്ന ബേസിക് ടൂൾസ് അറേഞ്ച് ആക്കാൻ വേണ്ടി റെഡി ആവുക, അല്ലെങ്കിൽ നിലവിൽ സിറ്റുവേഷൻ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ബ്ലോവറിൻ്റെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അതെങ്ങനെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അതിലൊരു ഡേഞ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ബേസിക് ബ്ലോവർ ഉണ്ടായിരുന്നു ഇവിടെ, ഒരു ക്യുക്കിൻ്റെ മാർക്കറ്റിൽ കിട്ടുന്ന വില കുറഞ്ഞ ബ്ലോവറാണ്, ഒരു 2000 രൂപൻ്റെ താഴെയുള്ള സാധനം. അത് വെച്ചിട്ട് ടിഷ്യൂലേക്ക് ജസ്റ്റ് അടിച്ചു നോക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കത്തിപ്പോണ്ട്. ടിഷ്യൂ കറുത്ത കളറും കൂടി വന്നിട്ട് ടിഷ്യൂ അപ്പം തന്നെ കത്താൻ തുടങ്ങും. ആക്ച്വലി ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നത് ഹീറ്റല്ല, തീയാണ്. മനസ്സിലായില്ലേ? ആ രീതിയിലൊക്കെയാണ് ബ്ലോവറിൻ്റെ അവസ്ഥ. സോ ക്യുക്ക് 861DW എന്ന് പറയുന്നത് അതിൽ അത്രയും പ്രൈസ് ഡിഫറൻസ് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അവിടെ എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് എന്തോ കത്തിച്ചിട്ട് തീ വരുന്ന മാതിരി എനിക്ക് തോന്നുന്നത്. മറ്റേത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അത്രയും നല്ലൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ PCB ഡാമേജ് ആവാത്ത രീതിയിലുള്ള എന്തോ ഒരു ടെക്നോളജി അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് അത്രയും കോസ്റ്റ് വരുന്നത്. സോ നിങ്ങൾ ടൂൾസ് സെറ്റ് ചെയ്യുന്നതിൽ ബേസിക് തൊട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് ഹോട്ട് എയർ സ്റ്റേഷനാണ്. ഹോട്ട് എയർ സ്റ്റേഷനിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ മിസ്റ്റേക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് നമ്മളെ വർക്കിൽ എപ്പോഴും ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ എന്ത് രീതിയിൽ ഗൈഡ് ചെയ്യാനും ഞാൻ ഓക്കെയാണ്, ഞാൻ റെഡിയാണ്. നിങ്ങളെ ബ്ലോവർ ഏതാണെന്ന് അറിയിക്കുക, കാലിബ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അതേപോലെ പിന്നെന്താ പറഞ്ഞാൽ നിങ്ങളുടെ ടേബിളിൻ്റെ ടോട്ടൽ കോസ്റ്റ് അറിയിക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതൊക്കെയാണുള്ളത്. ഇന്നത്തെ സെഷനിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഓൾറെഡി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ 1 hour നമ്മൾ ശരിക്കും ഓരോ സെഷനും ഉദ്ദേശിക്കുന്നത്. ഒരു 30 സെഷനിൽ ക്ലാസ് കഴിയും. അതിൽ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. Q&A സെക്ഷൻ നമ്മൾ എന്താക്കുന്നില്ല, അതൊരു ഒരു ക്ലാസ് ആയിട്ട് കാണുന്നില്ല. Q&A സെക്ഷൻ എന്ന് പറഞ്ഞാൽ വീക്കിലി ഒരു Q&A സെഷൻ ഉണ്ടാവും. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്താൽ മതി. 1-2 Q&A സെഷൻ നമുക്ക് ഉണ്ടാക്കാം. അത് ലൈവായിരിക്കും. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഡയറക്റ്റ് ചോദിക്കാം. അപ്പോൾ ആക്ച്വലി പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ ലൈവായിട്ട് ചോദിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന അതേ സംശയം ഉള്ള ആളുകൾ വേറെ ഉണ്ടാവും. അപ്പം അവർ ചിലപ്പം ചോദിക്കാൻ മടിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ആ ഒരു ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? കോഴ്സ് റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടേബിൾ സെറ്റപ്പിനെ കുറിച്ചോ മെഷീനിനെ കുറിച്ചോ ബ്ലോവറിനെ കുറിച്ചോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. ഇപ്പോൾ തന്നെ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കാം. ആക്ച്വലി ഇന്ന് നമ്മളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് നമ്മളെ ഗെറ്റ്ഫിക്സിൻ്റെ 5th ആനിവേഴ്സറി ആണ്. നമ്മൾ അതിൻ്റെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ്. സംശയങ്ങൾ ഉള്ളവർക്ക് ചോദിക്കാം. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കും. ആക്ച്വലി സംശയം ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കണം.
എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ? ആ നമ്മളെ ചെയറിനെ കുറിച്ചിട്ട് അതായത് നമ്മൾ ഇരുന്നിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഉം, ഉം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചെയർ, കാരണം ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല പല ഡോക്ടേഴ്സ് അടക്കം ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ചെയറിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യാറ്. ഉം, ഉം. അപ്പൊ അതിന് നിങ്ങളൊരു എക്സ്പീരിയൻസ് ചെയറിനെ വെച്ചിട്ട് കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് പർപ്പസ് ആയിരിക്കും. മനസ്സിലായില്ലേ? അല്ലെ നമ്മൾ ഈ ആ ഹെൽത്ത് ചെയർ പരമായിട്ടുള്ള കമ്പനിയായിട്ട് അവർക്ക് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടാവും. അല്ലെ പല ഇരുത്തത്തിൽ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് കാര്യങ്ങൾ, കൂടുതൽ നേരം ഇരുന്ന് നമ്മള് വർക്ക് ചെയ്യണ ആക്ച്വലി നമ്മള് ചെയർ നന്നാക്കാൻ പോവല്ല വേണ്ടി. നമ്മളൊരു 2 മണിക്കൂർ കഴിയുമ്പോ ഒന്ന് എണീക്ക, ഇരുന്നിടത്തുനിന്ന് എണീക്ക. ഇരുന്നിടത്തുനിന്ന് എണീച്ച് ഒന്നൊന്ന് റൗണ്ട് അടിച്ച് വരിക. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ജിമ്മിൽ പോയിട്ട് നല്ലൊരു സൂപ്പർ ട്രെയിനർ ഉണ്ട്. പുള്ളിനോട് പുള്ളി എന്നെ എൻ്റെ ഫിറ്റ്നസ് നോക്കിയ സമയത്ത് കാലിങ്ങനെ പ്രസ് ചെയ്യില്ലേ, ഇങ്ങനെ മടക്കിയിട്ട് പ്രസ് ചെയ്യുന്നുണ്ടല്ലേ കിടത്തിയിട്ട്. അപ്പോൾ ആ സമയത്ത് പുള്ളി പറഞ്ഞു ഭയങ്കര സ്റ്റിഫാണ്, നിങ്ങൾ എന്താ ജോലി എന്ന് ചോദിച്ചു. ഇങ്ങനെ ഇരുത്തം തന്നെയാണ് അധികം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അത് ഭാവിയിൽ അത് നമ്മളെ ഈ ബ്ലഡ് സർക്കുലേഷൻ നിൽക്കാനോ എന്താ അസുഖങ്ങൾ വരാനോ അല്ലെങ്കിൽ ഫിസിക്കൽ ട്രോമ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടെന്നൊക്കെ പറയും. ഈ വെരിക്കോസ് വെയിനൊക്കെ അല്ലേ, വെരിക്കോസ് വെയിനൊക്കെ. കാരണം ഡോക്ടർ എനിക്ക് കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഡോക്ടർക്ക് പോയിരുന്നു. അപ്പൊ ആളും ഇങ്ങനെ വന്ന് ഞരമ്പിന്, അതായത് നമ്മളെ ഞരമ്പിനൊരു വലിവ് ഇല്ല, അതായത് ഫുള്ളായിട്ട് മടങ്ങണില്ല കാല്. അപ്പൊ ആളും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 18 വർഷം കഴിഞ്ഞ ഫീൽഡിൽ. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. ഗൾഫിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീക്കിലി 1-2 ദിവസം കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കാൻ പോകും. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഇരിക്കില്ല. ഞാൻ എന്നെക്കുറിച്ച് അറിയണവർക്ക് അറിയാം, ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരെ പേഴ്സണൽ ട്രെയിനിങ്ങിൽ വരെ വന്നു കഴിഞ്ഞാൽ ഞാനൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് പുറത്തു പോയിട്ട് വരും. അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഇരിക്കുക. ഇപ്പോൾ ചില ആളുകളുണ്ട് ഒരു ഫോണിൽ തന്നെ ഒരു ദിവസം മൊത്തം ഇരിക്കും. ഒരു ഫോൺ ശരിയാക്കാൻ രാവിലെ തൊട്ട് കണ്ണ് ഇതിൻ്റെ അകത്തേക്കാണ് ഇട്ടിട്ട് പിന്നെ വൈകുന്നേരം വരെ ആയുമ്പോൾ തന്നെ ഇത് റെഡിയാക്കിയിട്ടേ ഞാൻ പോകുള്ളൂ എന്നുള്ള. ആക്ച്വലി എനിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് ശരിയല്ല. നമുക്കൊരു ഫോണിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ വർക്ക് ഫ്ലോ ഉള്ള ഒരു ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 മണിക്കൂർ അതിൽ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് ആ സെറ്റ് ഫിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സെറ്റിന് ഒരു 1 അവർ റെസ്റ്റ് കൊടുക്കുക, അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് വേറൊരു സെറ്റ് അറ്റൻഡ് ചെയ്യുക. ആ സെറ്റ് ശരിയാക്കിയതിന് ശേഷം, ആ സെറ്റ് ശരിയാക്കിയിട്ടോ അല്ലെങ്കിൽ അതൊരു റിസൾട്ട് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് മറ്റേ സെറ്റ് ഒന്നുകൂടി വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ആക്ച്വലി എന്താ വെച്ചാൽ ഒരു സെറ്റിൽ മാത്രം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ റിസൾട്ട് എന്താ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 0 ആയിരിക്കും. നിങ്ങൾ എന്തുണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നിങ്ങളെ ഇൻകം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 0 ആയിരിക്കും. കാരണം നിങ്ങൾ ആ ഒരു സെറ്റിൽ നിങ്ങൾ ടൈം മൊത്തം സ്പെൻഡ് ചെയ്തു. സോ ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡെയിലി ടാർഗറ്റ് അച്ചീവ് ആവും അല്ലേ. ചിലപ്പോൾ ഒരു ഡിസ്പ്ലേ മാറ്റാനുള്ള സെറ്റ് വന്നെടുക്കുന്നുണ്ടാവും, അതുപോലും കെയർ ചെയ്യാതായിരിക്കും നിങ്ങൾ ഇതിലിരിക്കുന്നത്. ചില ആളുകൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളുണ്ട്, അത് മസ്റ്റായിട്ട് മാറ്റണം എന്ന് പറയാം. അതേപോലെ നമ്മളിപ്പോൾ ഫീൽഡ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് നമ്മളിതിനെ റീച്ച് ചെയ്യണം അല്ലേ, നമ്മളെ പ്രൊഫഷനെ. സോ നിങ്ങൾ പ്രൊഫഷൻ ചൂസ് ചെയ്തത് ഒരിക്കലും തെറ്റാവാൻ പാടില്ല. നിങ്ങൾ മൊബൈൽ ഫീൽഡ് എടുത്ത് മൊബൈൽ ഫീൽഡ് കൊണ്ട് ഭാവിയിൽ
ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് വരാനുണ്ട്, അങ്ങനെയുള്ളൊരു മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് വരാൻ പാടില്ല. സോ അതിനെ റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ആക്ച്വലി ഇന്നത്തെ കാലത്ത് ശാരീരികമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫ്ലക്സ് മണക്കുന്ന വിഷയം, PPD യൂസ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഒരു എന്താണ് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്ന കാര്യം, ഒരു ഡിവൈസിൻ്റെ സ്ക്രൂ ത്രെഡ് പോയി കഴിഞ്ഞാൽ, ഇതൊക്കെ നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മറ്റേ സൂപ്പർ ഗ്ലൂ കൈ ഇങ്ങനെ ഒട്ടിപ്പോയാൽ എന്ത് ചെയ്യും? പല ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ? സൂപ്പർ ഗ്ലൂ ഒക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്. അതുവരെ നമുക്ക് എന്താ പറയുക, ഞാൻ പറയലെന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് കടിക്കാൻ പാടില്ല. നമ്മളെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് കൈ മുറിയാൻ പാടില്ല. ഇവിടെ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവുന്ന, ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വന്നു, എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞു, എനിക്ക് അതിൻ്റെ ഒരു അസ്വസ്ഥത വൈകുന്നേരം വരെ ഉണ്ടാവും. നമുക്ക് വർക്കിൽ അതൊരു അസ്വസ്ഥത അല്ലേ? ശരിക്കും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നമ്മളെ ടേബിൾ ഭയങ്കരമായിട്ട് കംഫർട്ടായിരിക്കണം. നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഇടം, നമ്മുടെ ടൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് വരെ പ്രോപ്പർ ആയിരിക്കണം. നമുക്കെല്ലാം നമ്മളെ കൈ എത്തുന്ന രീതിയിൽ, അവിടെ കിട്ടുന്ന രീതിയിൽ വേണം ടേബിൾ സെറ്റ് ചെയ്യാൻ. ഓക്കെ. സോ ചെയറിൻ്റെ വിഷയത്തിൽ നിന്നാണ് പറഞ്ഞത്. ചെയർ കയ്യിൽ നിന്നും ബാക്ക് റെസ്റ്റ് ഉള്ള ചെയർ യൂസ് ചെയ്യുക. ഞാനൊക്കെ യൂസ് ചെയ്യുന്നത് ബാക്ക് റെസ്റ്റ് ഉള്ള ചെയറാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഈ ചെയറിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടാണോ കറക്റ്റ് ഒരു പെയിൻ ഫീൽ ചെയ്യുന്നത് അവിടേക്ക് വെച്ചിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം എണീച്ച് പോകാനും ആക്ടിവിറ്റീസിനൊന്നും പറ്റാത്ത ആളുകൾക്ക് ഇരുന്നിട്ട് തന്നെ ചില ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും. കൈ പൊന്തിക്കുക, ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക, ഇത് പിന്നെ ബാക്കോട്ട് കുറച്ച് ചാരിയിട്ടൊരു 1 മിനിറ്റോ 2 മിനിറ്റോ റെസ്റ്റ് ചെയ്യുക. അതൊക്കെ തന്നെ നല്ലതാണ്. സ്റ്റിൽ നമ്മളെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, നമ്മളെ തൈയില്ലേ, ഈ തൊടല്ലേ, ഈ തൊടൻ്റെ ഭാഗം എന്തായി കിടക്കുകയാണ്, ഫുള്ള് റെസ്റ്റാണ് അല്ലേ? അവിടെ യാതൊരു അനക്കവും പറ്റുന്നില്ല. അത് ചെയറിൽ ഫുള്ള്, ആ ചെയറിൽ അങ്ങനെ ഇരിക്കല്ലേ. അതുകൊണ്ടാണ് എണീറ്റ് നടക്കണം എന്ന് പറയുന്നത്. ഒരു 2 മണിക്കൂർ കൂടുമെങ്കിലും ഒന്ന് വാക്ക് ചെയ്തിട്ട് വന്നിരിക്കുക. പിന്നെ നമ്മൾ ഇരുന്നിട്ടുള്ള ജോലിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് വേണം, ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. കാർഡിയോ ചെയ്യണം, അല്ലെ നടക്കാനോ ഓടാനോ, അല്ലെ ബാഡ്മിൻ്റനോ എന്തെങ്കിലും ഒരു സ്പോർട്സ് ചൂസ് ചെയ്യുക. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ വേറെ ആർക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കുറച്ച് ആൾക്കാർ ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. വി ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ്. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത് ക്ലാസ് റെക്കോർഡഡ് ആണ്. ഞാൻ ആ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രമേ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുള്ളൂ. സോ ആർക്കും കാര്യമായിട്ടൊന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അടുത്ത സെഷൻ്റെത് ഞാൻ ഇന്ന് ഈവനിങ്ങോടെ അറിയിക്കാം. നാളെ രാവിലെ ആണോ അല്ലെങ്കിൽ നൈറ്റ് ആണോ എന്നുള്ളത്. ലൈവ് സെക്ഷൻ ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ലൈവ് സെക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് എന്തായിരിക്കും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ശരി. താങ്ക് യു. താങ്ക് യു അർഫാത്ത്. താങ്ക് യു ആഷിഖ്. മുഹമ്മദ് ഹുസൈൻ, താങ്ക് യു. ഈ ഐഫോൺ ആരാണെന്ന് മനസ്സിലായില്ല കേട്ടോ. പേരും കൂടി ഒന്ന് കമന്റ് ചെയ്താൽ. അരുണാണോ?
ശരി. എന്താണ് വർക്കില്ലേ? വർക്കില്ല. ആ ശരി. Xiaomi Poco M2 ആരാ? M2 Pro ഒക്കെ മാറ്റിയിട്ട് നിങ്ങളെ പേരാക്കണം കേട്ടോ. മുസമ്മിൽ. ഓക്കെ മുസമ്മിൽ. So I'm going to stop. Bye.